എന്താ പറയാ, ഞങ്ങൾ അത്രയും ഒരുപാട് വിഷമിച്ചിട്ട് നടന്ന കാര്യങ്ങളാണിത്. മക്കളെ പറഞ്ഞേക്കെ ഞങ്ങളെ കൂടെ നിന്ന് വിട്ടുകെടുക്കാതെ ഞങ്ങളെ കൂടെ കെടുക്കണ മക്കളായിരുന്നു. അവർക്ക് അവരെ താല്പര്യത്തിന് തന്നെ, അവരെ നിർബന്ധത്തിനും കൂടിയിട്ട് ഞങ്ങൾ വിട്ടുകൊടുത്തതാണ്. ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലൊതുക്കി ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞയച്ച് ഓരോ ദിവസം തള്ളി നീക്കിയിരുന്നത് ഭയങ്കര പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ നീങ്ങി പോയിട്ടുണ്ട്. ശരിക്ക് എന്റെ ഈ വിജയത്തിന് കാരണം ഒരു ഉമ്മമ്മ ഉണ്ട്. ആ ഉമ്മമ്മയാണ് ഇരിക്കണേ. ഞാൻ അങ്ങനെ പൈസ ഇടുമ്പോ എന്റെ ഉമ്മമാന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ തലേക്ക് വീഴാത്തതെന്ന് വിചാരിച്ച് കാത്തിക്കുന്നു. അതേപോലെ എന്റെ ഒരു വാശിയായിരുന്നു പഠിക്കാൻ. സ്വന്തം ആഗ്രഹത്തിൽ ഒന്നാണ്. എന്റെ താത്ത എന്നോട് വാശി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാ ഒരാഴ്ച തന്നു സൂറത്തുൽ മുൽക്ക് പഠിക്കാന്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച ആകെ 2 ആയത്താണ്. എന്നിട്ട് ഞാൻ കോളേജ് വീണ്. എന്നിട്ട് വാശി പിടിച്ച കോളേജാണ്. സ്വന്തം ആഗ്രഹമാണ്. ബാക്കിയുള്ളവർ ആരും നിർബന്ധിച്ചില്ല. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പിന്നെ വെല്ലുവിളിയായി. എന്നുവെച്ചാൽ അമ്മ ജ്യൂസ് കഴിഞ്ഞപ്പോ തബാറക്കയിലാണ് മുൽക്ക് സൂറത്തുള്ളത്. അത് പഠിച്ച ഓൾക്ക് തന്ന ഒരാഴ്ച, ആഴ്ചയിലേക്ക് ഭയങ്കര വിഷമമായി. തബാറക്കല്ലേ, എങ്ങനെ ഓള് തന്നല്ലേ. അത് പഠിക്കണം വെച്ചാൽ അന്ന് രാത്രി ഉറങ്ങാതെ ആ 3 പേജ് കൊടുക്കാതെ 5 പേജ് തബാറക്കയും സൂറത്ത് ന്യൂനും കൊടുത്താണ്. ആ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത് നോക്കി വിറക്കണ ഭയങ്കര ഉറപ്പാണ്. ഇതൊരു സക്സസ് ആയിട്ടാണ് തോന്നിയത്. ഹാഫിൾ ആവുന്നുണ്ടെങ്കിൽ പടിക്കപ്പറമ്പിലെ ഹൗസ് തരും. കാരണം പ്രോത്സാഹനത്തിന് അത്രയും ടോപ്പ് മണ്ടയില് ജപ്പാനോട് ചോദിച്ചെങ്കിൽ ഇപ്പൊ എപ്പോഴും പറയും ടോപ്പിലെങ്കിൽ അത് ഉമ്മാന്റെ കുടുംബാണ് പഠിക്കുക പറമ്പിലെ ഹൗസ്. അത് എപ്പോഴും പറയണതാണ്. കാരണം അത്രയും സന്തോഷത്തിന്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്ന് വെച്ചാല് ഞാന് ഹാഫിളാവാൻ പോണ മുന്നേ ആരോടോ ഉമ്മമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹാഫിളായി കഴിഞ്ഞാല് നിങ്ങളെ മുന്നേ വെച്ച് ഹാഫിൾ അവിടെ ഭാഗം ഓതുന്നത്. അത് ഓതാൻ താല്പര്യം, കേൾക്കാൻ താല്പര്യം ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. لكم النار وما لكم من ناصرين.